കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ സീസൺ 2 എപ്പിസോഡ് 6 ആണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ സോളോ ലെവലിംഗ് ഫാൻസ് ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും സപ്പോർട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 1K ഞാൻ ഈ വീഡിയോയിൽ ടാർജറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. സോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ വു അവനോട് തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ പാസ്റ്റ് ലൈഫിലെ മെമ്മറീസ് ഒക്കെ റിക്കവർ ചെയ്യാൻ സാധിച്ചതെന്ന്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതെന്തായാലും ഹണ്ടർ സങ് ജിനുവിന് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അവൻ ഉറപ്പായിരുന്നു ഈ ലോകത്തിൻ്റെ കൂടെ അവന് എപ്പോഴും നിൽക്കാൻ സാധിക്കത്തില്ല. ആ ടൈമിൽ തന്നെ ഈ ലോകം വീണ്ടും നാശത്തിലേക്ക് വരും, വീണ്ടും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും. അന്ന് ഇവിടെ യുദ്ധം ചെയ്യാൻ പോകുന്നത് സുഹോ ആയിരിക്കും. സുഹോ ഒറ്റക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഹണ്ടർ സങ് ജിൻവു, നിനക്ക് നിന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. ഇത് കേൾക്കാനത്ത് എല്ലാവരും ഒന്ന് ഞെട്ടി. ആ ടൈമിൽ തന്നെ ഹണ്ടർ ചോയ് ജോങ്ങിൻ പറയുന്നുണ്ട്, അസോസിയേഷൻ ചെയർമാൻ, ഇത് ശരിയായ സ്ഥലവും ശരിയായ സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി സങ് സുഹോ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഓടിപ്പോയവനാണ്. ശരിയാണ്, ബാക്കിയുള്ളവർ രക്ഷിക്കാനാണെങ്കിൽ കൂടിയും അവൻ എല്ലാ കാര്യങ്ങളും അവൻ്റെ കയ്യിലേക്ക് എടുക്കാനാണ് നോക്കിയത്. അതുമാത്രമല്ല ഓൾറെഡി അസോസിയേഷനെ അവൻ പറ്റിച്ചാണ്, ഒരു ഫേക്ക് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട്. അതുമാത്രമല്ല സ്റ്റാർഡസ്റ്റുള്ള എല്ലാ ഇൻസിഡൻറ്റിനകത്തും അവൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ലീ മിൻസങ്ങിനെ അവൻ കൊന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർത്തോണം, ഈ ടൈമിൽ പെട്ടെന്ന് നമ്മുടെ ലിം തേക്കി കിടന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ശരിയാണ്, ചോയ് ജോങ് പറഞ്ഞത് എന്തുകൊണ്ട് ശരിയാണ്. അവന് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അവൻ ഓൾറെഡി നമ്മളെല്ലാവരും പറ്റിച്ചല്ലേ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അവനെ അറസ്റ്റ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരിയാണ്, അതാണ് യഥാർത്ഥ ജഡ്ജ്മെന്റ്. ആദ്യം ചെയ്യേണ്ടത് ഇവന്റെ അറസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, സുഹോയ്ക്ക് ഒരു റീസണും ഇല്ലാതെ അവൻ ഒന്നും തന്നെ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എൻ്റെ മേലുള്ള ആ ഒരു ട്രസ്റ്റ് പോയാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും സുഹോന്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഹണ്ടർ സങ് സുഹോയാണ് ഇവിടേക്ക് ആദ്യം വന്നത്. മറ്റാരും വരുന്നതിന് മുമ്പ് അവൻ ഇവിടേക്ക് വന്ന് ബാക്കിയുള്ളവർ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യണത് കുറച്ചുകൂടെ കൂടുതലേ. ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് അവനോട് സംസാരിച്ചാൽ മാത്രം പോരെ. എനിക്ക് വർഷങ്ങളായിട്ട് ചെയർമാൻ വു ജിൻസുലെ അറിയാവുന്നതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്രയും വലിയൊരു റോങ് ആയുള്ള ജഡ്ജ്മെന്റ് എടുക്കുന്നത് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലേ, ലിം തേക്കുമായിട്ട് ഇപ്പൊ പൊട്ടിത്തെറിക്കാവുന്ന ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. അവൻ എന്ത് വേണമെങ്കിലും ചെയ്തേക്കാം. അല്ല അതുമല്ല, ഇനി അദ്ദേഹം എല്ലാ റിസ്ക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എടുക്കുവാണ്. ആ ടൈമിൽ സുഹോ പറയുന്നുണ്ട്, ആരും ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ പവർ അങ്ങോട്ട് അൺലീഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും. പക്ഷേ ആ മെത്തേഡ് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. ഇത് കാണാൻ നേരത്തെ തന്നെ നമ്മുടെ വു പറയുന്നുണ്ട്, ഹണ്ടർ സങ് സുഹോ ഒന്ന് വെയിറ്റ് ചെയ്യും. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ ലിം തേക്ക് പറയുന്നുണ്ട്, നീ ഒന്നെങ്കിൽ പോരുത്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു അറ്റാക്ക് ചെയ്ത് സുഹോൻ്റെ മേത്തേക്ക് ആ ഒരു അറ്റാക്ക് വന്ന് വീഴുന്നുണ്ട്. നമ്മുടെ ബേക്കിന് പോലും ആ ഒരു പ്രോപ്പറായ ടൈമിലേക്ക് വന്ന് നമ്മുടെ സുഹോനെ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ സമയത്ത് തന്നെ ലിം തേക്കിന്റെ ശരീരത്തിലേക്ക് ഒരു ഷാഡ് ചെന്ന് കയറിയിരുന്നു. അതൊരു കീ ആയിരുന്നു. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ നമ്മുടെ ലിം തേക്കിന്റെ കഴിഞ്ഞ ജന്മത്തിലുള്ള എല്ലാ മെമ്മറീസും അത് അൺലോക്ക് ചെയ്യാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ താഴ്ത്തേക്ക് വീണ്. ചോയും അതേപോലെ നമ്മുടെ ബേക്കും അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റി? ആ ടൈമിൽ തന്നെ ബെറു പറയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും മെമ്മറീസ് താങ്കൾ അൺലോക്ക് ചെയ്യാൻ പോകുവാണ്. ആ ടൈമിൽ സുഹോ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ജനറേഷനിലുള്ള ഏതെങ്കിലും ഹണ്ടേഴ്സ് ഈ മെമ്മറീസ് ഒക്കെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ലോ. അവരെന്തായാലും ഞാൻ പറഞ്ഞാൽ കേൾക്കും. അതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ സുഹോ അവിടുന്ന് ചാടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോയുടെ അടുത്തേക്കാണ് ചെന്നത്. പക്ഷേ ചോയായിട്ട് നെക്സ്റ്റ് സെക്കൻഡ് തന്നെ സുഹോനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, സങ് സുഹോ, നീ ഇത്ര പരിപാടി കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു അറ്റാക്കിൻ്റെ അകത്തൂടെ നമ്മുടെ ചോയുടെ നേരെ വരുന്നുണ്ട്. പക്ഷേ അവൻ്റെ തൊട്ടടുത്ത് വന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ ബേക്കിൻ്റെ മകളും അതേപോലെ നമ്മുടെ പാക് ഡുജിനും കൂടെ അവനെ അറ്റാക്ക് ചെയ്ത് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. സുഹോയുടെ ചോര ഛർദ്ദിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ചോയുടെ മേത്തും ആ ഒരു താക്കോൽ വന്ന് വീഴും. അവന്റെ മനസ്സിലുള്ള എല്ലാ മെമ്മറീസും അൺലോക്കായി. ഹണ്ടർ ചോയ് ജോങ്, താങ്കൾ ഓക്കെ അല്ലേ? ആ ടൈമിൽ സുഹോ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ആകെപ്പാട് അവശേഷിക്കുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ ബേക്കിൻ്റെ മകൾ അവനെ ഇട്ടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ലിം തേക്കു പറയുന്നുണ്ട്, ഇതെല്ലാം എന്താണ്? ഹണ്ടർ ലിം തേക്കു, ഇതൊരു സ്കില്ലാണോ? അല്ല, ഇതൊരു സ്കില്ലല്ല. ഇത് ശരിക്കും എൻ്റെ മെമ്മറീസ് തന്നെയാണ്. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ടൈമിൽ തന്നെ ചോയും എഴുന്നേൽക്കുന്നുണ്ട്. ശരിയാണ്, എൻ്റെ ഉള്ളിലും അത് തന്നെയാണ് പറയുന്നത്. ഇതെന്തോ മറന്നു പോലെയാണ്. എനിക്കൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. സങ് സുഹോ, ഇത് നീ എന്താണ് ചെയ്തത്? നീ തന്നെ ഒന്ന് പറഞ്ഞു തരുമോ? നീ ഇപ്പം എന്തുവാണ് കാണിച്ചതെന്ന്? അവസാനം ഇനി നേരെ ചെന്ന് സംസാരിക്കാനെങ്കിലും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് സുഹോ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ മെമ്മറീസ് എല്ലാം നിങ്ങളുടെ തന്നെയാണ്, ഈ ലോകത്തിൻ്റെ തന്നെയാണ്. പക്ഷേ ആ ലോകം ഓൾറെഡി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. റീസെറ്റോ? അതെ, ഈ ലോകം ഒരു തവണ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. കാര്യം ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ. അല്ല, ഈ ലോകം റീസെറ്റ് ചെയ്തത് ഹണ്ടർ സങ് ജിനുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. പക്ഷേ എനിക്കെന്തായാലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മെമ്മറീസ് റിക്കവർ ചെയ്ത ആ സ്പോട്ടിൽ തന്നെ എൻ്റെ അച്ഛൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് താങ്കൾ പറഞ്ഞത്. താങ്കൾ ശരിക്കും റിമാർക്കബിൾ ആണല്ലേ? അച്ഛനോ?
അവനൊരു ഹണ്ടറായിട്ട് എനിക്ക് ഇതിനു മുമ്പ് അറിഞ്ഞുകൂടല്ലോ, എനിക്ക് ആകെപ്പാടെ അറിയുന്നത് അവൻ പുറത്ത് ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. ആ സമയത്ത് സൂഹ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ഫോറിൻ പവേഴ്സുമായിട്ട്. പുള്ളിക്കാരൻ നമ്മുടെ ലോകത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞ പലരുമായിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അത് കഴിയുമ്പോൾ നമ്മുടെ ലിം തേഗുവിനെ അതേപോലെ ചോയിനെയും പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് അവിശ്വസനീയമാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ ഇതെല്ലാം സത്യമാണെന്ന് കൂടെ പറയുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മുടെ ചെയർമാൻ വോ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യമാണ്, അവൻ പറഞ്ഞത് എല്ലാം സത്യമാണ്. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ എൻ്റെ പ്രീവിയസ് ലൈഫുള്ള എല്ലാ മെമ്മറീസും റിക്കവർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മോൺസ്റ്റേഴ്സൊക്കെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഹണ്ടർ അസോസിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും സാധിച്ചത്. എന്തായാലും ഇത്രയൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ആദ്യം സങ് സുഹുവിന് പറയാനുള്ളത് കാര്യം കേൾക്കാമല്ലോ. അത് കഴിയുമ്പോൾ സുഹു എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇറ്റാറംസിനെ പറ്റിയും ഇറ്റാറത്തിൻ്റെ അപ്പോസിനെ പറ്റിയും സ്റ്റാർഡസ്റ്റിനെ പറ്റിയും എല്ലാത്തിനെയും പറ്റി. ഇതെല്ലാം കേട്ടപ്പോൾ അവർ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം എല്ലാം ഇറ്റാറംസുമായിട്ട് കണക്റ്റഡ് ആണ്. അതെ, ഇറ്റാറംസിൻ്റെ അപ്പോസിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ എവിടെയോ ഉണ്ട്. അല്ല, അപ്പം ലീ മിൻസങ്ങിൻ്റെ അടുത്തും അതെ, അതുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, അല്ല ഇതെന്താണ് നീ ഇപ്പോൾ പറഞ്ഞത്, ഇതിനു മുമ്പ് എന്താണ് ഞങ്ങളോട് ആരോടും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞത്? അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെ ഇതിനു മുമ്പ് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇറ്റാറത്തിൻ്റെ അപ്പോസിൽ എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അല്ല, ഞാനായിരിക്കുമല്ലോ എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോങ്ങർ ആകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. സ്ട്രോങ്ങർ ആകുന്നവരെയോ? അതിനർത്ഥം നീ ഹണ്ടർ സങ് ജിനുവിനെ പോലെ ഒരു ഗ്രോത്തിങ് ടൈപ്പാണോ? അതെ, എനിക്കും സ്ട്രോങ്ങർ ആകാൻ സാധിക്കും. ഹണ്ടർ സങ് ജിനുവിനെ പോലെ തന്നെയോ? ആ ടൈമിൽ തന്നെ നമ്മുടെ ചോയ് പോയി സുഹൃണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എൻ്റെ കീഴിലുള്ള ഹണ്ടർ ചാഹീനെ ഓർമ്മയുണ്ടോ? ചാഹീൻ? അല്ല, എൻ്റെ അമ്മേനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മയും ഒരു ഹണ്ടർ ആയിരുന്നു. ഈ ടൈമിൽ അവരെല്ലാവരും അങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ പാങ് ഡുജിൻ പറയുന്നുണ്ട്, സങ് സുഹോ നീ ശരിക്കും ഒരു സ്ട്രോങ് ഉള്ള മൂവാണ് മുന്നോട്ട് വെച്ചത്. എനിക്കറിഞ്ഞൂടായിരുന്നു നീ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടിയെന്ന്. അത് മാത്രമല്ല, എന്തായാലും നിൻ്റെ ഐഡൻറ്റിറ്റി നീ ഇപ്പോൾ എല്ലാവരോടും റിവീൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എന്നോട് വരെ റിവീൽ ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം നിനക്ക് പെട്ടെന്ന് സ്ട്രോങ് ആകാൻ സാധിക്കുന്നതാണോ? നിൻ്റെ ഗ്രോത്ത് എന്നെ ചിലപ്പോൾ മറികടക്കുമോ? എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടുണ്ട്, സങ് സുഹോ നീ എന്തെങ്കിലും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഒരിക്കലും ഒരു ഹെസിറ്റേഷൻ പോലും കാണിക്കാറില്ല. നീ എന്തൊക്കെ വന്നാലും അവിടേക്ക് തന്നെ മൂവ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. സോ നീ എന്തായാലും വരാൻ പോകുന്ന ആ ഒരു യുദ്ധത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കണ്ണിയായിരിക്കും. ആ ടൈമിലാണ് ബേക്ക് അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്തായാലും സുഹയുടെ മേത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ പിടുത്തവും കേട്ടിട്ടില്ല. ആ ടൈമിൽ സുഹോ പറയുന്നുണ്ട്, അതും ശരിയാണ്, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോടും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കും ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ, നമുക്ക് അത് നോക്കിയാലോ? എല്ലാവരുടെയും മെമ്മറീസ് ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ പാക് ഡുജിൻ ഒന്ന് ശരിക്കും ഞെട്ടി. എന്നിട്ട് സുഹോ പറയുന്നുണ്ട്, എന്തായാലും ആ പഴയ ലോകത്തിൻ്റെ ഫുൾ മെമ്മറീസ് നമുക്കൊന്ന് നോക്കിക്കളയാം. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, അടുത്ത വ്യാഴാഴ്ച തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നതായിരിക്കും. അന്ന് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇത്തവണ നമുക്ക് ചെയ്യാൻ സാധിക്കാഞ്ഞത് നമ്മുടെ ഡീമൺ സ്ലെയറിന്റെ മൂവി റിലീസ് ആയതുകൊണ്ടാണ്. സോ എന്തായാലും ഇനി അടുത്ത ആഴ്ച കാണാം.